അതിൽ മുങ്ങി മറിയമ് നീറുമ്പോൾ മറുമാറുന്നില്ലെന്നോതുമ്പോൾ ഉമിനീരാൽ ശിഫ നൽകിയുള്ള ഹബീബോരെ കാവലേകല്ലാ. അലജാതി രോഗം പടരുന്നീ ലോകം പതറി നിൽക്കുന്ന നേരത്ത് തണിയായ മുത്ത് നൂറിൻ ഹഖീനാൽ ശിഫ നൽകിയിടണേ യാ അല്ലാഹ്. അർദിൽ മുങ്ങി മറിയമ് നീറുമ്പോൾ മറുമാറുന്നില്ലെന്നോതുമ്പോൾ ഉമിനീരാൽ ശിഫ നൽകിയുള്ള ഹബീബോരെ ഹലോ, അസ്സാം വലൈക്കും. ഇതൊക്കെ എല്ലാവരും വർത്താനം സുഖമല്ലേ? നമുക്ക് ഇവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പം ഇന്നത്തെ മാതിരി ഇന്നും അടുക്കളയിൽ തന്നെയാണ്. പിന്നെന്താ, അപ്പോൾ രാവിലെ തന്നെ വന്ന് ചായക്ക് വെള്ളമൊക്കെ വെക്കുകയാണ്. രസം പുട്ടൊക്കെ ചുടണം. സ്കെച്ചാൻ പോണീൻ്റെ മുന്നേ കുറച്ച് പുട്ടിന് പൊടിയൊക്കെ വെള്ളം പാർന്ന് വെച്ചിരുന്നു. കുറച്ച് തോനെ വെള്ളം പാർന്ന് വെക്കണം അല്ല ഇപ്പോഴത്തെ പുട്ടും പൊടിയിലില്ലേ. അപ്പോൾ അത് നല്ലോണം പുതരട്ടെ വിചാരിച്ചുകാണ് ഞാൻ പാർന്ന് വെച്ചുകാണ്ട് കേട്ടോ സ്കെച്ചാനൊക്കെ പോയത്. പിന്നെ വന്നുകാണ്ട് പുട്ടിടട്ടെ വിചാരിച്ചുകാണ് കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടിക്കാണ്ട് പുട്ടിടുകയാണ്. ഇപ്പോൾ ഒരു പോകാണ്ട് തറവാട്ട് കിപ്പാൻ്റെ അടുത്തൊക്കെ ഒന്ന് പോകാണ്ട്. മോനെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചിട്ടാണ് പോകാൻ. അപ്പോൾ പെട്ടെന്ന് വേഗം പണികളൊക്കെ കഴിച്ചട്ടെ എന്നുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്നും പറയുന്ന മാതിരി നമ്മളെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. പുതുതായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ അഫ്സ വ്ളോഗ് ചാനൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്താളി. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അത് നമ്മൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ റിസൂന് സ്കൂളിൽ പോകാണ്ട് പോകാൻ കുറച്ച് ചോറൊന്നും കാര്യമായിട്ട് തിന്നൂലല്ലോ. അപ്പോൾ സോയാബീൻ കൊടുക്കുന്നുണ്ട് ഇവിടെ. അത് കയ്യോളം ഞാൻ അതന്നെയല്ലേ. അപ്പോൾ കുക്കറിൽ ലേശം ചോറ് തീമട കേട്ടോ അവനക്ക്. പിന്നെ ഞങ്ങൾ പോകുമല്ലേ. അപ്പോൾ ലേശം ഓന് വലിയ അസുഖമായിട്ടില്ല. ഓൻ അപ്പോൾ നീച്ച് വരികയാണ്. അപ്പോൾ ഒക്കത്തൊക്കെ കയറിയിരിക്കുകയാണ്. 2 ദിവസമായില്ലേ അവന് പനിയൊക്കെ വിട്ടേക്കണം. പക്ഷേ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. ഉറക്കം ഇങ്ങോട്ട് രാത്രിയൊക്കെ നീച്ചുകാണ്ട് ഇങ്ങനെ വെള്ളം എടുത്ത് കുടിച്ച 2-3 വട്ടമൊക്കെ വെള്ളം എടുത്ത് കുടിച്ചേക്കണം. പനിയുണ്ട് വിട്ടപ്പോൾ അതാ അങ്ങോട്ടേ. അപ്പോൾ ഓന് ഒക്കെ തട്ടിക്കാണ്ടുള്ള പണിയൊക്കെയാണ്. കുറുമ്പും ഇതൊക്കെയാണ്. അങ്ങനത്തെ വലിയ കുറുമ്പൊന്നും ചേട്ടാ. വയ്യായി ഉണ്ടെങ്കിൽ മാത്രമേ അത് ഒക്കത്ത് കയറുള്ളൂ. അപ്പോൾ ഒരടുപ്പത്ത് കുക്കറിൽ ലേശം ചോറ് തീമട്ടൊക്കെയാണ്. അടുപ്പത്തെ കഞ്ഞി പിന്നെ മഴ ചെയ്ത് കാണ്ടൊക്കെ ആകെ നനഞ്ഞ് ഇതായതല്ലേ. അപ്പോൾ പിന്നെ ഞാൻ അത് കത്തി പിടിച്ചാകുമ്പോൾ ഒരുപാട് നേരമാവും വിചാരിച്ച് കാണാൻ കുക്കറിൽ ലേശം തീമ ആരും ഇല്ലല്ലോ. എന്നിട്ട് വേണം പോകാൻ എഴുതിക്കാണ്ടേ. അപ്പോൾ സോയാബീനും ഉണ്ടാക്കട്ടെ, ഓന് പപ്പടവും ഉണ്ട്, തക്കാളി കൂട്ടാനും ഉണ്ടാക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് കാണുന്ന. പിന്നെ അതുമായി വരുമ്പോൾ നമുക്കും ആ കൂട്ടാൻ തന്നെ മതിയല്ലോ. തക്കാളി കൂട്ടാനും സോയാബീനും പപ്പടമൊക്കെ ഉണ്ടാക്കി വെച്ച് കാണാണ് പോവുകയാണ്. പാൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പാൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല, ഇന്നലെ ഒന്നും പോയിട്ടില്ല. അപ്പം ഇന്ന് രാവിലെ തന്നെ പോയാൽ പിന്നെ നാത്തൂൻ താത്താക്കാണ് പോകും ചെയ്യുക പെരയ്ക്ക്. താത്തല്ല ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. താത്താക്ക് പോയിക്കാണ്ട് രാത്രി വന്നാലും മതി, വൈകുന്നേരം ആകോളം ഞങ്ങൾക്ക് നിൽക്കാമെന്നൊക്കെ കരുതിക്കാണ്ട് അങ്ങനെ പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പം ഇന്നലെ തന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് രാത്രി നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. താത്താക്ക് രാവും പകലും നിൽക്കുമ്പോൾ താത്താക്കും ഇതിൽ ഒരു പെരക്കാരല്ലേ, അവർക്കും ബുദ്ധിമുട്ടായിക്കാരം. അപ്പം ഞാൻ അന്ന് റിസൂന് പനി ആയതുകൊണ്ട് പിന്നെ താത്ത വിളിച്ചെന്ന് അന്ന് പോകാൻ പറ്റിയില്ല. അവന് പനിയാണ്. പിന്നെ രാത്രി നിൽക്കണ കാര്യം കുഞ്ഞാണിക്കും തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുഞ്ഞാണിക്ക് ഈ മസിൽ കയറങ്ങൊക്കെ അറിയില്ല. ക്രിയാറ്റിനൊക്കെ കൂടിയവർക്ക് ഭയങ്കര ആയിട്ട് എപ്പോഴും മസിൽ കയറിയും കൊണ്ടാണ് കേട്ടോ. മസിൽ കയറിയാൽ പിന്നെ നീച്ചാൻ കഴിയൂല. അപ്പോൾ അറിയണവർക്കെല്ലാം അറിയുള്ളൂ. പിന്നെ പറഞ്ഞാൽ ശ്വാസത്തിന് ബുദ്ധിമുട്ടൊക്കെയാണ് രാത്രി ആയാൽ. പിന്നെ രാത്രി കിടക്കുമ്പോഴൊക്കെയാണ് ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവല്. അങ്ങനെ ആകുമ്പോഴാണ് പോലും ഡയാലിസ് ചെയ്യാനൊക്കെ പറയല്. അപ്പോൾ ഇങ്ങനെ മരുന്നിൻ്റെ ഇതുകൊണ്ടും എൻ്റെ ശ്രദ്ധ കൊണ്ടും ഇങ്ങനെ കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ രാവിലെ പോയിക്കാണ്ട് പിന്നെ അതങ്ങനെ ഇപ്പാൻ്റെത് അങ്ങനെ പിന്നെ കാക്കാൻ്റെ വലിയ കാക്ക എന്നാലും ഇപ്പം ഞങ്ങളെല്ലാവരും ചോദിച്ചാൽ എന്താ വിഷമം നമ്മളെ പുറത്തേക്ക് നമ്മൾ വിഷമം കാട്ടിയിട്ട് നമ്മൾ അപ്പം ചിന്തിച്ചിട്ടും ഉണ്ടാവില്ല. പക്ഷേ ഉള്ളിൽ അത് കിടന്ന് ഇങ്ങനെ കളിച്ചുമ്പോൾ നമ്മളെ മുഖത്തേക്ക് പുറത്തേക്ക് വരുമല്ലോ. അപ്പോൾ കാക്കാനെ വലിയ കാക്കാനെ ഹോസ്പിറ്റലിൽ ആക്കിക്കണു. വലിയ കാക്കാക്ക് കാലിന് മുറി ഉണ്ടായിട്ട് ഷുഗർ ഉണ്ടായിക്കാണ്ട് കാലിന് മുറിയുണ്ട്. അപ്പോൾ അതിപ്പോൾ കുറച്ച് കൂടിയിരിക്കണേ. അപ്പോൾ കാക്കാനെ ഇവിടെ ഇങ്ങനെ ദിവസം പോയി കാല് കെട്ടലേനു. ഇവിടെ വല്യറമ്പിൽ കോട്ടക്കലല്ലേ, കോട്ടക്കൽ വല്യറമ്പിൽ ഇങ്ങനെ പോയി കെട്ടലേനു. 1.5 മാസത്തോളം അങ്ങനെ കെട്ടലേനു. നല്ലൊരു ഹോസ്പിറ്റലാണ്. പെട്ടെന്ന് മുറിയൊക്കെ ഉണങ്ങും ചെയ്യും. അപ്പോൾ അത് ദിവസം പോയി കെട്ടലാണ്. നല്ല പൈസയുണ്ട് കേട്ടോ അവിടെ. നല്ല പൈസേൻ്റെ ഹോസ്പിറ്റൽ. ദിവസം നല്ല 2000-2500 ഉറുപ്പ്യേൻ്റെ കെട്ടലാണ് ഒരു ദിവസം കെട്ടിപ്പോരുമ്പോഴത്തേന് ആവൽ. അപ്പം എന്നിട്ട് പിന്നെ അതുകൊണ്ടൊരു മാറ്റമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ
കൊണ്ടുപോയിക്കണം. കോഴിക്കോട് ഇക്കറയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ അവിടുന്ന് എന്താ പറയണമെന്ന് ഓപ്പറേഷനൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ടെൻഷൻ അത് വേറെയുണ്ട്. ഒക്കെ ദൂരമായതുകൊണ്ട് ഇപ്പം ഒന്നും പോയി വരാൻ പറ്റുന്ന സ്ഥലമല്ല. നമ്മൾ ഭയങ്കര പരപ്പന തിരങ്ങാടിയൊക്കെ ആണെങ്കിൽ ഇപ്പം നമുക്കൊന്ന് പോയി പോരാ, കഞ്ഞിയോ വെള്ളം എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കാം. കാക്കാൻ്റെ അടുത്ത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പിന്നെ എൻ്റെ ആങ്ങളുണ്ട്, കുഞ്ഞാപ്പ് പറഞ്ഞ മോനുണ്ട്, പിന്നെ കാക്കാൻ്റെ മോളുണ്ട്, മരുവുണ്ട്, മോളെ ഭർത്താവുണ്ട്, താത്തയുണ്ട്. എല്ലാവരും കൂടി ഇന്നലെ വൈകുന്നേരമാണ് പോയതാണ്. അപ്പോൾ ഇന്ന് ഓപ്പറേഷൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വിളിച്ചീനു. അപ്പോൾ 1 മണിയൊക്കെ ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചീനു. രാവിലെ തന്നെ ഞാൻ വിളിച്ച വിവരങ്ങളൊക്കെ ചോദിച്ചീനു കേട്ടോ. അപ്പോൾ അതങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ അതിപ്പോൾ അങ്ങനെ എന്തൊക്കെ ഏത് ഭാഗത്തൊക്കെ നോക്കിയാലും ഇപ്പോൾ തന്നെ ഈ ദുരിതങ്ങൾ തന്നെ കാണാനുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളോട് പറയണത് എന്താ വെച്ചാൽ ഞങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. ആരും ഇടങ്ങാറായി കഴിയരുത്. നമുക്കെല്ലാവർക്കും മരിച്ചാളെ തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇടങ്ങാറായിക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത കോലത്തിലൊരു മനുഷ്യനും ഇടങ്ങാറാവരുത്. അപ്പോൾ ആ ഒരു പ്രാർത്ഥന. അപ്പോൾ അത് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. തക്കാളി കൂട്ടാൻ അത് അടുപ്പത്തുണ്ട്. സോയാബീൻ ഇതാ നല്ല മസാല ഇട്ട്, ചിക്കൻ മസാല മാത്രം ഇട്ടുകാണ്ട് പൊരിച്ചാൽ ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇതൊന്നും പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ അത് ഇട്ടുകാണ്ട് നല്ലോണം കഴിച്ച് വെക്കുകയാണ്. തക്കാളി കൂട്ടാൻ ഉണ്ടാക്കിയിട്ടാണ് അതും ഉണ്ടാക്കാൻ. ഒരു വെള്ളം കൊണ്ടുവരാണ്ട്, കോഴിക്കളെ വിടാണ്ട്, അങ്ങനത്തെ ഓരോ പണികളൊക്കെ ചില്ലറ പണികളൊക്കെ ഉണ്ട്. അതൊക്കെ മേമേ കഴിച്ചാണ്. മഴയല്ലേ, പുറത്തിറങ്ങാൻ പറ്റില്ല. നല്ല മഴയുള്ളതേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല മഴയല്ലേ. മഴ ഒന്ന് ചെറുതായിട്ടാണ് നിൽക്കുമ്പോഴാണ് ഞാൻ വെള്ളത്തിനൊക്കെ പോകൽ. അല്ലെങ്കിൽ രാവിലെ തന്നെ അങ്ങനെ നനഞ്ഞൂറ്റിക്കാണ് നിന്നിട്ടുണ്ടെങ്കിലേ ഒരു ഗതികേടാണ്. കൂടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴൊക്കെ നനഞ്ഞ് പിഴിഞ്ഞുകാണ്ട്. അപ്പോൾ മഴ ചോരുമ്പോഴാണ് പുറത്തുള്ള പണികൾ ഫുള്ളും എടുക്കലോ. അകത്തുള്ള പണി നമുക്ക് എപ്പോഴും എടുക്കാമല്ലോ. അപ്പോൾ വെള്ളമൊക്കെ കൊണ്ടിട്ടേ വിചാരിച്ചാണ് ഇങ്ങനെ പോവുകയാണ്. മഴ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കൂടൊക്കെ ഒരു കഥയാണ്. എത്താ നിങ്ങളൊക്കെ കാട്ടല്. കോഴിക്കളൊക്കെ അന്തിക്ക് ഇങ്ങനെ നൊലോളിച്ചാണ്. പാവാണ് അല്ലേ. രാത്രി ഇങ്ങനെ നൊലോളിച്ചുമ്പോഴേ നമ്മൾ കോഴിക്കോട് ചോരിനൊന്നുമില്ല, നല്ല സീറ്റിട്ട് മൂടിയൊക്കെ ചെയ്തോട്ടാ. എന്നിട്ടും കോഴിക്കൾ നൊലോളിച്ച് തന്നെ പാവം തോന്നും. അപ്പോൾ അതാ പണികളൊക്കെ കഴിച്ച് മേലെ ഈക്കാണ്ട് ഞാൻ മോനൂസിനായിട്ട് പോയി, റിസുവിനായിട്ട് പോയിട്ട് അവളുടെ സ്കൂളിലെത്തി. അപ്പോൾ എത്തിയ പാട് ഞാനൊന്ന് ബാത്റൂമൊക്കെ കൊണ്ടുപോവുകയാണ്. മൂത്രം ഒഴിക്കാണ്ടെങ്കിൽ അതും കൂടിയാണ് കഴിഞ്ഞാൽ ടീച്ചർമാർക്ക് ആ പണി കുറഞ്ഞിട്ടിയല്ലോ. പിന്നെ ചോറുന്നാ നേരത്തെക്കല്ലേ ഒന്നും ഉണ്ടാവുള്ളൂ, ഒരിട്ടക്കല്ലേ കൊണ്ടുപോയാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചുകാണ്ട് ഓനെ സ്കൂൾ കൊണ്ടാക്കിയാണ് നേരെ തറവാട്ടുങ്ങൾക്ക് പോകട്ടെ ഇപ്പാൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പോയപ്പോൾ മഴയൊന്നുമില്ല. അപ്പം അതാ ഞാൻ അവിടെ പോയി അതേമാതിരി തിരിച്ച് വരികയാണ് കേട്ടോ. നമ്മളവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇപ്പാനെ കൊണ്ടുപോയിക്കണം കേട്ടോ, ആസ്പത്രിയിൽ കൊണ്ടുപോയിക്കണ്. അപ്പം ഞാൻ താത്താക്ക് പോകാനും വേണ്ടി നേരത്തെ തന്നെ പെട്ടെന്ന് പണി വെച്ചുകാണ്ട് പോയതേനു. അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ ഇപ്പാനെ കൊണ്ടുപോയിക്കണു. ഇപ്പാനെ ആദ്യം തിരങ്ങാടിക്ക് തന്നെ കൊണ്ടുപോയി. ഇപ്പോൾ അവിടുന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിലാണ് കേട്ടോ. അപ്പോൾ അത് വേറൊരു സങ്കടം. അപ്പം അത് നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുണ്ടാവില്ല എന്തൊക്കെയാണ് അപ്പം അത് അവസ്ഥ എന്നല്ലേ. ടെൻഷനാണ് മക്കളെ, ടെൻഷൻ തന്നെയാണ്. മുഖത്ത് ഇങ്ങനെ നിങ്ങൾ കാണുന്നില്ല, വയറ് നിറച്ച് മനസ്സ് നിറച്ച് അത് തന്നെയാണ്. അപ്പോൾ അവിടെയൊക്കെ പോയി നേരെ നല്ല മഴത്താണ് ഞങ്ങളവിടെ തിരിച്ച് പോന്നിട്ട്. അവിടെ ഇളച്ചി മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് പോയി കാണാൻ പറ്റുന്നിടത്തല്ലേനും, കുറേ ദൂരമല്ലേ. അപ്പോൾ ലേസം കടയിൽ നിന്ന് കുറച്ച് ഉണക്കലീനൊക്കെ വാങ്ങിക്കാണ്ട്, തക്കാളി ഉണ്ടാക്കി വെച്ചുകാണ്ട് പോയതല്ലേനും. അപ്പോൾ കുറച്ച് ഉണക്കലീനൊക്കെ വാങ്ങിക്കാണ്ട് അത് പൊരിച്ചിട്ടേ വിചാരിച്ച് നിൽക്കുകയാണ്. അത് പൊരിച്ചുകാണ്ട് ചോറൊക്കെ വേവിച്ചുകാണ്ട് ഇവിടെ ഇരിക്കുക. അല്ലാതെ ഇപ്പം എന്താ കാട്ടണം, ഹോസ്പിറ്റലിലേക്ക് പോകാനൊരു നിവർത്തിയില്ല, കുറേ ദൂരമല്ലേ. പിന്നെ അപ്പോൾ ആ ടെൻഷനിലാണ് ഇപ്പോൾ കുഞ്ഞാണിയും ഒക്കെ. അപ്പം എല്ലാവരും പ്രാർത്ഥനയും വേണ്ട, അടങ്ങാറാകാതെ കാക്കാക്കും ആങ്ങളമാർക്കും കുഞ്ഞാണിക്കും എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണം. ഒരാളും ബുദ്ധിമുട്ടില്ലാതെ കഴിച്ചിലായി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. പുതുതായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ അഫ്സ് വ്ളോഗ് ചാനൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.